നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണ്. ക്രിസ്മസ് സീസണൊക്കെ അടുത്തു വരുന്നുണ്ട്. ക്രിസ്മസ് ബ്രേക്ക്ഫാസ്റ്റ് കുറേ ആൾക്കാർക്ക് ഇഷ്ടം അപ്പവും ചിക്കൻ സ്റ്റൂവും രാവിലെ പ്രിപ്പയർ ചെയ്യാനാണ്. പേഴ്സണലി എനിക്കിഷ്ടം മട്ടൺ സ്റ്റൂ ആണ് എപ്പോഴും അപ്പത്തിൻ്റെ കൂടെ. ഞാൻ മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും അത് നോക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അപ്ലോഡ് ചെയ്തേക്കാം. ഇനി നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം. ഇനി സ്റ്റൂ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഒരു 1/4 ഇഞ്ച് വലിപ്പമുള്ള ഒരു ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി, ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി കറിവേപ്പില, ഇത് തക്കാളിയാണ്, ഒരു 1/4 ഭാഗം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി, 2 മീഡിയം സൈസിലുള്ള ഉരുളൻകിഴങ്ങ്, ഒരു ചെറിയ പീസ് ക്യാരറ്റ്, ഒരു 4 പച്ചമുളക്, പിന്നീട് 2 സവാള കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റൂ ഒന്ന് നല്ലതുപോലെ കടുവറുക്കണം. അതിന് വേണ്ട ചെറിയ ഉള്ളി കൂടിയാണിത്. ഒരു 4-5 പീസ് മതിയാകും. ഇനി നമ്മൾ ഒരു 5 ഗ്രാമ്പു എടുക്കുന്നുണ്ട്. 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു 3-4 പീസ് പട്ടയാണിത്, 4-5 ഏലക്ക, ബേ ലീഫ് അഥവാ വയണയില. 1/2 കിലോ ചിക്കനാണ് ഇന്ന് നമ്മൾ ചിക്കൻ സ്റ്റൂ പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കിനി സ്റ്റൂ അങ്ങ് പ്രിപ്പയർ ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും വെളിച്ചെണ്ണയിൽ ചിക്കൻ സ്റ്റൂ ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഇത് സ്പൈസസ് ആണ്. ഇത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. കാരണമെന്ന് വെച്ചാൽ ഏലക്ക ചിലപ്പോൾ ഇങ്ങനെ എണ്ണയിൽ ഇടുമ്പോൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും മുകളിലോട്ട്. ഒന്ന് ചതച്ചിട്ടിടുവാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്പൈസസ് ഒക്കെ ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വഴറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ്. ഇനി സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം നമ്മൾ ചിക്കൻ കറിക്ക് വഴറ്റുന്നത് പോലെ വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ വഴന്ന് വരണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമുക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഇത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടിയുടെ കുത്ത് നല്ലതുപോലെ ഒന്ന് മാറിക്കിട്ടണം. അതിനുവേണ്ടി ഈ വെളിച്ചെണ്ണയിലും ഉള്ളിയും ഒക്കെ കൂടി ചേർന്നൊന്ന് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ചെറിയ പീസ് നേരത്തെ എടുത്തു വെച്ചിരുന്ന തക്കാളിയിൽ നിന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പുളി ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തക്കാളി സ്റ്റൂവിന് ചേർക്കാൻ പാടില്ല. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് നമ്മുടെ മല്ലിപ്പൊടിയും ഉരുളൻകിഴങ്ങുമായിട്ടൊക്കെ ഇതെല്ലാം ഒന്ന് മിക്സ് ആവും. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു തേങ്ങയിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് ഞാനൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചു. അതിൽ നിന്ന് കിട്ടിയ തേങ്ങാപ്പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിനി ഈ ചിക്കനിലേക്ക് ഒരു 2.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു തിൻ കൺസിസ്റ്റൻസി തന്നെയാണ്. നമുക്കിത് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പം ചേർക്കുന്നത്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് മതിയാവും. ചിക്കൻ സ്റ്റൂ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ചിക്കൻ സ്റ്റൂ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഉപ്പിൻ്റെ ആവശ്യമില്ല. 1 ടീസ്പൂണൊക്കെ ധാരാളം മതിയാവും. ഇനി നമുക്കൊന്നും കൂടി ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരു 3-4-5 മിനിറ്റും കൂടി വേണ്ടി വരും. ഇപ്പോൾ ഉരുളൻകിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ചാറ് അധികം കുറുകിയിട്ടില്ല. അപ്പോൾ നമുക്ക് ചിക്കൻ സ്റ്റൂ ഒന്ന് നല്ലതുപോലെ കുറുകി ചാറ് കിട്ടാൻ വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റൂവിലുള്ള ഒരു 3-4 പീസ് ഉരുളൻകിഴങ്ങ് നമുക്ക് ഇങ്ങനെയൊന്ന്
ഉടച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ സ്റ്റൂവിൻ്റെ ഈ ചാറൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി കിട്ടും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള ഒരു പിടി കറിവേപ്പില കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണവും രുചിയും വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കറിവേപ്പില നമ്മൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആദ്യം എടുത്തു വെച്ചിരുന്ന 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. കട്ടി തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഒരുപാട് സമയം തിളപ്പിക്കേണ്ട, 1-2 തിള വന്നാൽ മാത്രം മതി. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ ഇരുന്ന് കറി നല്ലതുപോലെ കുറുകി വന്നോളും. ഉരുളൻകിഴങ്ങൊക്കെ നമ്മൾ നല്ലതുപോലെ ഉടച്ച് ചേർത്തതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഒന്ന് കടുവറുത്താണ് ചേർക്കേണ്ടത്. വെളിച്ചെണ്ണയിൽ തന്നെ കടുവറുത്ത് ചേർക്കുവാണെങ്കിൽ നമ്മുടെ സ്റ്റൂവിൻ്റെ രുചി ഒരുപാട് കൂടും. അപ്പോൾ നമ്മൾ കടുവറുത്തും കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ചിക്കൻ സ്റ്റൂ ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു ഡിഷുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.